ഇതാണ് ഞങ്ങളുടെ സൂര്യാന്തിത്തോട്ടം. ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, നടക്കാനൊന്നും തീരെ വയ്യ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുന്ദരപാണ്ഡ്യപുരത്തൊന്നും പോയി കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്, നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് ഞങ്ങളെല്ലാവരും കൂടി കുടുംബപരമായിട്ട് ഇത് ചെയ്തത്. സൂര്യാന്തിത്തോട്ടം കാണാൻ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഫീസ് എന്തെങ്കിലും വെക്കാൻ പാടില്ല, ഇത്രയും പൈസ ചിലവായതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഫീസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു വരുമാനം കിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം അതല്ല. എൻ്റെ അമ്മേനെ പോലെ ഒരുപാട് പ്രായമുള്ള അമ്മമാരും മറ്റു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ദൂര സ്ഥലത്ത് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവർക്കൊക്കെ വന്ന് ഇവിടെ ഒന്ന് കാണാൻ ഉള്ളൊരു ഇതായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ അതുമല്ല, അത് അവർ കണ്ട് അവർക്കൊരു സന്തോഷമാവാൻ നേരത്ത് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങളിത് നട്ടത് വിത്തായിരുന്നു. വിത്ത് നട്ടിട്ട് മുളച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അത് ആകെ വിഷമത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ചേർത്തലയിൽ പോയി തൈ കൊണ്ടുവന്നാണ് ഇത് രണ്ടാമത് കൃഷി ചെയ്തത്. ഒരു തൈക്ക് 3 രൂപ നിരക്കിലായിരുന്നു. 2000 തൈയാണ് വാങ്ങിച്ചത്. തൈ നട്ട് ഏകദേശം 45-50 ദിവസം ആകാൻ നേരത്തേക്കും ഫ്ലവർ ആയി തുടങ്ങും. പിന്നെ ഫ്ലവർ വിളവെടുക്ക് ഇതിൻ്റെ കാലാവധി പൂർത്തിയാകണമെങ്കിൽ 3 മാസം എടുക്കുക വരും. ഇതിപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിയാറായി. അപ്പോൾ ഇത് കണ്ട വിത്ത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വിത്താണ്. ആ വിത്തിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഇത് താന്ന് കിടക്കുന്നത്. ഇങ്ങനെ നോക്കി കണ്ട കാണാൻ പറ്റും. വിത്ത് ഇതിൽ ഇത്രക്ക് കൂടുതലുണ്ട്. കണ്ട, ഇതാണ് വിത്ത്. കണ്ട, നിറച്ച് വിത്താണ്. ഇതിവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു കുടയാണ്. ഒത്തിരി ആൾക്കാർ വരാറുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതെ, ഒത്തിരി ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുടുംബസമേതം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പുത്തൻ അനുഭവമായിരിക്കും. എല്ലാവരും ഹാപ്പിയാണ്? തീർച്ചയായിട്ടും അതെ, ഹാപ്പിയാണ് എല്ലാവരും. ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലേ പ്രമുഖരായ വ്യക്തികളുടെ? കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ ഫോട്ടോയും കണ്ടല്ലോ ഒരു ട്രോഫിയില്. അമ്മ മികച്ച കർഷകയായിരുന്നു. അപ്പൊ അമ്മയുടെ ഒക്കെ പാത പിന്തുടർന്നാണ് ഞാൻ കാർഷിക മേഖലയ്ക്ക് വന്നതല്ലേ. ഈ കൃഷി ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ കുറെ പോരായ്മകളുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോ വിത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിത്ത് എടുത്ത് ഓയിൽ ഉണ്ടാക്കാനാണ് കോമൺ ആയിട്ട് ചെയ്യണം. ഓയിലും പിന്നെ അതിന്റെ കിളികൾക്കുള്ള ഫീഡൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കണം. പക്ഷെ ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇവിടെ അതിനുള്ള മില്ലുകളൊന്നും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കാണാൻ നിരവധി ആൾക്കാർ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയും പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇത് നന്നായിട്ട് കവറേജ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം.